തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയെ യേശുവേ. യെസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ തിരുലിഖിതം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകളുടെ ഇടയിൽ ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ ഭവനത്തെ ഞാൻ ഒന്നിച്ചു കൂട്ടും. ജനതകളുടെ മുൻപിൽ വെച്ച് എൻ്റെ വിശുദ്ധി അവരിൽ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. സെഹിയോൻ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാലിച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കേട്ട വചനം യെസക്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ തിരുലിഖിതമാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, ജനതകളുടെ ഇടയിൽ ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ ഭവനത്തെ ഞാൻ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് കർത്താവ് പറയാണ്, ആ ജനതകളുടെ മുൻപിൽ വെച്ച് എൻ്റെ വിശുദ്ധി അവരിൽ ഞാൻ വെളിപ്പെടുത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ആയിരുന്നു കൊണ്ട് ഇപ്പോൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ നമ്മളെ കർത്താവ് ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന നമ്മളെ ഇപ്പോൾ ഈ ജനതകളെല്ലാം മധ്യത്തിൽ നിന്ന് വചനം കേൾക്കാൻ വേണ്ടി കർത്താവ് ഇപ്പോൾ ഈ കൂട്ടായ്മയോട് ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ആ കൂട്ടായ്മയുടെ നടുവിൽ എൻ്റെ വിശുദ്ധി, എൻ്റെ പ്രവൃത്തി, എൻ്റെ അത്ഭുതങ്ങൾ, എൻ്റെ സാന്നിധ്യം ഞാൻ അവരിൽ വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു വ്യക്തിക്കുണ്ടായ ഒരു അനുഭവം അച്ഛൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. എൻ്റെ പേര് സിസ്റ്റർ വിനയ. ഞാൻ പാലക്കാട് ചന്ദ്രനഗർ ഇടവകയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ 2 ചെവികളിൽ നിന്നും കഴിഞ്ഞ 8 വർഷമായി എപ്പോഴും പസു വരികയും നല്ല വേദന ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു. ഡോക്ടറിനെ കാണിച്ചപ്പോൾ 2 ചെവികളുടെയും ഇയർ ഡ്രംസിൽ ഹോളുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ വലത് ചെവിയിലെ ഹോള് കുറച്ച് വലുതാണെന്നും ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഒരു സൈഡ് പാരലൈസ് ആകുമെന്നും ഡോക്ടർ പറഞ്ഞു. അങ്ങനെ 2013 ഏപ്രിൽ എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ വെച്ച് റൈറ്റ് ഇയർ ഓപ്പറേറ്റ് ചെയ്തു. 8 വർഷത്തോളം യാതൊരുവിധ കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2011 സെപ്റ്റംബറിൽ 2 ചെവികളിൽ നിന്നും വീണ്ടും പസ് വരാൻ തുടങ്ങി. ഡോക്ടറിനെ കാണിച്ചപ്പോൾ വലത് ചെവിയിലെ ഓപ്പറേഷൻ സക്സസ് ആയിട്ടില്ല എന്നും വീണ്ടും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ്, ഓപ്പറേഷൻ ചെയ്താലും എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാകുമെന്നും പറഞ്ഞ്, അങ്ങനെ ഒരാഴ്ച 2 ചെവികളിലും ഒഴിക്കാൻ മരുന്ന് തന്ന്, ഡ്രോപ്സ് തന്ന്, അതിനുശേഷം ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്നും ഡോക്ടർ അറിയിച്ച് തിരിച്ച് കോൺവെൻറ്റിൽ വന്ന് ഞാൻ ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിച്ച്, ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തുകയാണെങ്കിൽ ഞാനത് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ്, പിന്നീട് എൻ്റെ ഒരു കോൺവെൻറ്റിലുള്ള ഒരു സിസ്റ്റർ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന രോഗികളുടെ നാഥൻ എന്ന ബുക്ക്ലെറ്റ് നൽകി. അതിലെ പ്രാർത്ഥനകൾ എന്നോട് ചൊല്ലാൻ പറഞ്ഞ് ഒരാഴ്ച തുടർച്ചയായി ഞാൻ അതിലെ പ്രാർത്ഥനകൾ പല പ്രാവശ്യം ചൊല്ലി കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഞാൻ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, 2 ചെവികളിലെയും ഇയർ ഡ്രംസിലെ ഹോളുകൾ താനെ അടഞ്ഞതായിട്ട് ഡോക്ടർ പറഞ്ഞു. യേശു എന്നിൽ പ്രവർത്തിച്ച വലിയ കാരുണ്യത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, ചെവിയിൽ ഹോളുകൾ വന്ന് വലിയ പ്രശ്നത്തിലായിരിക്കുന്ന അവസ്ഥ. ഈ ദാസി സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന രോഗികളുടെ നാഥൻ എന്ന് പറയുന്ന ആ പ്രാർത്ഥനാ പുസ്തകത്തിലെ പ്രാർത്ഥനകൾ വട്ടാഴ്ച എഴുതിയ ഒരു ചെറിയ പുസ്തകമാണത്. ആ പ്രാർത്ഥനാ പുസ്തകത്തിലെ പ്രാർത്ഥനകൾ ഇരുന്ന് ചൊല്ലി ചൊല്ലി പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനതകളുടെ മുൻപിൽ കർത്താവ് ആ സിസ്റ്ററിൽ തൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തി. എന്നിട്ട് ജനതകളുടെ മുമ്പിൽ വെച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് ആ ദാസിക്ക് ഒരു അവസരം കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെ ഇരുന്നാണ് നമ്മളിപ്പോൾ ഈ വചനശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും, ലോകത്തിന് ഏത് കോണിരുന്നാണ് ഇപ്പോൾ പ്രാർത്ഥന പങ്കുചേർന്നിരിക്കുന്നതെങ്കിലും, നിങ്ങൾ ഇപ്പോൾ ഒരൊറ്റ കൂട്ടായ്മയോട് ചേർന്നാണ് ഇരിക്കുന്നത്. സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഈ ബലിപീഠത്തിൻ്റെ കൂട്ടായ്മയോട് ചേർന്നിരുന്ന് വചനം ശ്രമിക്കുമ്പോൾ ദൈവം തൻ്റെ വിശുദ്ധി നമ്മൾ ഓരോരുത്തരും വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ആയിരിക്കും സ്ഥലത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് രണ്ട് കാര്യങ്ങൾ തുറന്ന് പിടിച്ച്, ഓ കർത്താവേ, ഇപ്പോൾ ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അങ്ങ് ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണല്ലോ. ഞങ്ങൾ പല സ്ഥലത്താണെങ്കിലും ഒരേ കൂട്ടായ്മ ഇരുന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഓ കർത്താവേ, ഇപ്പോൾ അവിടുത്തെ വിശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ കർത്താവേ. അവിടുത്തെ കരത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വെളിപ്പെടുത്തണമേ കർത്താവേ. ഓ ദൈവമേ, അവിടുത്തെ നോട്ടം ഇപ്പോൾ ഞങ്ങളുടെ മേൽ പതിയണമേ കർത്താവേ. രണ്ട് കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അതിരവ് ഹൃദയം ഒരുപോലെ തുറന്ന് കുറേ സമയം കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല 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 ഹല. ഓ ദൈവമേ, ഇപ്പോൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് അതിരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് സ്വർഗത്തിൽ നോക്കി കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ തേടുന്നവരുണ്ടോ എന്ന് അന്വേഷിക്കുന്നുവെന്ന് സങ്കീർത്തനം വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഓ ദൈവമേ, ഇപ്പോൾ അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അവിടുത്തെ വിശുദ്ധി വെളിപ്പെടുത്തണമേ, അവിടുത്തെ ശക്തി വെളിപ്പെടുത്തണമേ, അവിടുത്തെ അത്ഭുതങ്ങൾ നടത്തണമേ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, തടസ്സമുള്ളവർ വിടുതൽ പ്രാപിക്കട്ടെ. ഓ ദൈവമേ, ജനതകളുടെ മുമ്പിൽ വെച്ച് അങ്ങേ സാക്ഷ്യപ്പെടുത്തുന്ന തക്ക അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെല്ലാം തുറക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗമുള്ള ശരീരത്തിന് രോഗപീഠകൾ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, തടസ്സങ്ങളുടെ പിടിയിൽ നിരാശയിലും സങ്കടത്തിലും വേദനിപ്പിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. തിരുസഭയോട് ചേർന്നത് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നീ ലോകത്തെ കീഴ്പ്പെടുത്തണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിന്റെ 33-ാമത്തെ ലിഖിതം, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയാണ്, ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അങ്ങനെ കർത്താവ് പറയുമ്പോൾ അതിനകത്ത് ഒരു വെല്ലുവിളിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് തൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് പേരോട് പല വിധത്തിലുള്ള വെല്ലുവിളികൾ കൊടുക്കുന്നുണ്ട്. ആ അന്ധനോട് പറഞ്ഞു, കണ്ണുകളിൽ ചെളി പൂശിയിട്ട് പറഞ്ഞു, ആ സീലോക കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. അതൊരു വെല്ലുവിളിയാണ്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറയുന്നത് പോലെ കർത്താവ് ഇവിടെ നമുക്ക് ഒരു വെല്ലുവിളി ഉയർത്തുകയാണ്. കർത്താവ് പറയാണ്, ഇതാ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നീയും ഞാനും ലോകത്തെ ജയിക്കണം. ഞാൻ ലോകത്തെ ജയിച്ചു എന്ന് പറഞ്ഞാൽ നീയും അതുപോലെ ചെയ്യണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ എന്ന് പറയുന്ന പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു പറയുമ്പോൾ നീയും ആ ലോകത്തെ ജയിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ, എന്നെ പോലെ ആകുവിൻ എന്ന് പറയുന്നത് പോലെ കർത്താവ് ലോകത്തെ ജയിച്ച പോലെ ഞാനും നീയും ഈ ലോകത്തെ ജയിക്കണം. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട, ജയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഒരു ശത്രു ഉണ്ട്. ആ ശത്രുവിനെയാണ് നമ്മൾ കീഴ്പ്പെടുത്തേണ്ടത്. ശത്രുവിനെയാണ് കീഴ്പ്പെടുത്തി നമ്മൾ ജയിക്കേണ്ടത്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 74-20 ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിമോചിതരായി നിർഭയത്തിലും പരിശുദ്ധിയിലുമെല്ലാം നീ ശുശ്രൂഷ ചെയ്യണമെന്നാണ് കർത്താവ് വചനത്തിൽ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ശത്രുവിനെ കീഴ്പ്പെടുത്തി നീ ജയിക്കണം. ആരാണ് നമ്മുടെ ശത്രു?
ചെറുപ്പകാലം മുതൽ വേദപാഠ ക്ലാസ്സിൽ മുതൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പിശാചാണ് നമ്മുടെ ശത്രു. അതാണ് 1 പത്രോസ് 5:8 വചനം പഠിപ്പിക്കുന്നത്. ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെയാണ് വിഴുങ്ങേണ്ടത് എന്ന് ചിന്തിച്ചു വശായിരിക്കുകയാണ്. അപ്പൊ പിശാച് ശത്രുവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാച് മാത്രമല്ല ശത്രു, പിന്നെയോ റോമാലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. എന്ന് പറഞ്ഞാൽ ഈ ശരീരം പാപം പേറുന്നൊരു ശരീരമാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ദൈവത്തിന്റെ ശത്രുവാണ്. അപ്പൊ പിശാച് ശത്രുവാണ്, ഈ ദേഹം ശത്രുവാണ്. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു ശത്രുവിനെ കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതാണ് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ തിരുലിഖിതം. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന് മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ അവൻ തന്നെ ദൈവത്തിന്റെ ശത്രുവാകുന്നു. ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ അവൻ ദൈവത്തിന്റെ ശത്രുവാകുന്നു എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത് നമുക്കുള്ള ശത്രുവാണ് ഈ ലോകം. അതുകൊണ്ടാണ് പണ്ട് വേദപാഠ ക്ലാസ് നമ്മൾ പഠിച്ചിരിക്കുന്നത് 3 ശത്രുക്കളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോകം ഒരു ശത്രുവാണ്, ഈ ദേഹം ഒരു ശത്രുവാണ്, അതുപോലെ തന്നെ പിശാച് ശത്രുവാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പറയാം ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകം ഒരു ശത്രുവായിരിക്കാൻ കാരണം? അതിന് കാരണം നമ്മൾ കാണുന്നത് ജോബിന്റെ പുസ്തകത്തിലാണ് കാണുന്നത്. ജോബിന്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ തിരുലിഖിതം, ഭൂമി, അതായത് ഈ ലോകം ദുഷ്ടന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമി, ഈ ലോകം ദുഷ്ടന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതേ കാര്യം തന്നെയാണ് 1 യോഹന്നാൻ 5:19 കർത്താവ് പറഞ്ഞു വെച്ചത്. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ഈ ലോകം മുഴുവൻ, ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളും ദുഷ്ടന്റെ കരങ്ങളിലും ശത്രുവിന്റെ ശക്തി വലയത്തിലുമാണെന്ന് നീ തിരിച്ചറിയണം. കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാത്താൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം എന്റേതാണ്. ശത്രു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ അവകാശം ഞാനാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 5-6 തിരുവചനങ്ങൾ. അവിടെ കർത്താവ് തന്റെ പരസ്യജീവിതത്തിന് ഒരുങ്ങുമ്പോൾ പിശാച് വന്ന് പറയുന്നത് ഇങ്ങനെയാണ്: പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. ഇതാ ഈ ലോകവും, ഈ ലോകത്തിന്റെ മോഹവും, ഈ ലോകത്തിന്റെ അധികാരവും, ഈ ലോകത്തിന്റെ സുഖവും, ഈ ലോകത്തിന്റെ ഓരോ കാര്യങ്ങളും ഇത് പിശാചിന് നൽകപ്പെട്ടിരിക്കുന്നതാണ്. പിശാചാണ് ഇതിന്റെ അധികാരി. അതുകൊണ്ട് പിശാചിനെ ആരാധിച്ചാൽ, നീ തിന്മയോട് ചേർന്നാൽ നിനക്ക് ഇതെല്ലാം തരുമെന്നാണ് പിശാച് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ നീ വ്യാപരിക്കരുത്. ഈ ലോകം നിന്റെ ശത്രുവാണെന്നാണ് ഈ എഴുതപ്പെട്ട വചനം പഠിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ, സന്തോഷത്തെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് വ്യക്തമായിട്ട് യോഹന്നാൻ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിന് 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നത്: ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എന്നാൽ അവന് എന്റെ മേൽ അധികാരമില്ല. കാരണം എന്താ? യേശു ക്രിസ്തു ഈ ലോകത്തെ പരാജയപ്പെടുത്തി. ഈ ലോകം ഒരുപാട് മോഹങ്ങൾ കർത്താവിന് വെച്ചുകൊടുത്തു. ഇതാ ഒരുപാട് അധികാരം, ഒരുപാട് സംഗതികൾ, ഇതെല്ലാം പിശാച് കർത്താവിന് വെച്ചുകൊടുത്തപ്പോൾ കർത്താവ് അതിനെ കീഴ്പ്പെടുത്തി. എന്നിട്ട് കർത്താവ് നമ്മൾ പറയാണ്, നിങ്ങൾ ഈ ലോകത്തെ കീഴ്പ്പെടുത്തണം എന്ന് പറഞ്ഞാൽ, ഉൽപ്പത്തിയുടെ പുസ്തകത്തില് യാക്കോബ് ഒരു മൽപ്പിടുത്തത്തിന്റെ നടുവിൽ പരാജയപ്പെടുത്തിയതുപോലെ നീ ലോകത്തെ നിരന്തരമായിട്ട് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിന്റെ സുഖലോലുപത, ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ വെക്കരുത്. ഇങ്ങനെയാണ് നിന്റെ മനസ്സ് ഉടറിക്കിടക്കുന്നതെങ്കിൽ, അതിലാണ് നിന്റെ മനസ്സ് കിടക്കുന്നതെങ്കിൽ നീ ഈ ലോകത്തിന്റെ ആളാണ്. അതാണ് യോഹന്നാൻ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം: നിങ്ങൾ ഈ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു.
എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളിലും ഒരുപാട് കാര്യങ്ങളിലുമാണ് നമ്മുടെ മനസ്സ് കുടുങ്ങിക്കിടക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ അതിന് അടിമപ്പെട്ട വ്യക്തിയാണ്. എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്തിൻ്റെ ജനതയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ? ശത്രുവിന്റെ സ്വഭാവം മനസ്സിലാക്കിയാലേ ശത്രുവിനെ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. എന്താണ് ഈ ലോകത്തിന്റെ പ്രത്യേകത? എന്താണ് ഈ ലോക ജനതയുടെ പ്രത്യേകത? ഈ ലോക ജനതയുടെ ഒന്നാമത്തെ പ്രത്യേകതയാണ് തിന്നാനും കുടിക്കാനുമുള്ള അന്വേഷണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഭൗതിക കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണവും ആകുലതയും. എപ്പോഴും ഭൗതിക കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്ത, എപ്പോഴും ഭക്ഷണത്തെക്കുറിച്ചും കുടിക്കാനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യഗ്രത, ഇത് ഈ ലോക ജനതയുടെ ഒന്നാമത്തെ പ്രത്യേകതയാണ്. അത് നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 29 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. വചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാവുകയും വേണ്ട. ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിന് അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് തരത്തിലുള്ള ലോക കാര്യങ്ങളെക്കുറിച്ച്, പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് അതെല്ലാം വാങ്ങിക്കൂട്ടാനുള്ള ഈ വ്യഗ്രത, തിന്നാനും കുടിക്കാനുള്ള വ്യഗ്രത, ഭൗതിക കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യഗ്രത, ഇത് നീ ലോകത്തിന്റെ ആളാണെന്ന് ബൈബിൾ നൽകുന്ന ഒരു തെളിവാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ടാണ് റോമ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, റോമ 12:2 കർത്താവ് അതിനെ പഠിപ്പിച്ചു: നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകം വെച്ച് നീട്ടുന്ന ഒരുപാട് സുഖ സൗകര്യങ്ങളുണ്ട്, ഒരുപാട് സംഗതികളുണ്ട്. ഇതെല്ലാം അനുഭവിച്ച് നടക്കാനുള്ള വിളിയല്ല നിന്റെ വിളി. അങ്ങനെ പോയാൽ നീ ലോകത്തിന്റെ ആളാകും, തിന്മയുടെ ആളായിട്ട് മാറും. നീ അതിനെ കീഴ്പ്പെടുത്താൻ വിളിക്കപ്പെട്ടവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോക ജനതയുടെ രണ്ടാമത്തെ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്നറിയാവോ? ഈ ലോക ജനത രണ്ടാമത്തെ പ്രത്യേകതയാണ് അവന് ദൈവത്തിന്റെ ശത്രുവായിട്ട് തന്നെ മാറ്റും. അതാണ് നമ്മൾ മുമ്പേ കേട്ട വചനം, യാക്കോബ് 4:4. ഈ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്, നിങ്ങൾ അറിയുന്നില്ലേ? അതാണ് ജോബ് 22:17. അവർ പറയുന്നത് എങ്ങനെയാണ്? അവിടുന്ന് ഞങ്ങൾ അകന്നു പോകണമേ. അതാണ് റോമാലേഖനം 8-ാമത്തെ 7-ാമത്തെ വാക്യത്തിൽ, ജഡിക താല്പര്യം മുടിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട, ഈ ലോകത്തോടുള്ള ആഗ്രഹങ്ങൾ വ്യഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കി മാറ്റുന്നു. ഈ ലോക ജനതയുടെ മൂന്നാമത്തെ പ്രത്യേകതയാണ് അവന് ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അവന് ദൈവത്തെ അറിയാൻ സാധിക്കുകയില്ല. അവന് പ്രാർത്ഥനാ ജീവിതം എളുപ്പമല്ല. അവന് ആത്മീയ കാര്യങ്ങൾ താല്പര്യമില്ല. അത് ഈ ലോക ജനതയുടെ മൂന്നാമത്തെ പ്രത്യേകതയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അത് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായം, യോഹന്നാൻ 17:25 പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അവിടുത്തെ അറിയുന്നു, എന്നാൽ ലോകം അവിടുത്തെ അറിഞ്ഞിട്ടില്ല. ദൈവത്തെ അറിയാൻ അവന് സാധിക്കില്ല. അതാണ് 2 Corinthians 4:3 വചനം പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അതാണ് 1 Corinthians 2:14 വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ലോകത്തിന്റെ മനുഷ്യന് ആത്മീയ കാര്യങ്ങൾ അല്പം പോലെ തുറവി ലഭിക്കില്ല. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഈ ലോക ജനതയുടെ നാലാമത്തെ പ്രത്യേകതയാണ് അവർ തിന്മയിൽ സന്തോഷിക്കും. തിന്മ കണ്ട ഒരു പ്രത്യേക സന്തോഷം തോന്നും. അത് നമ്മൾ കാണുന്നത് യോഹന്നാൻ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലാണ്. യോഹന്നാൻ 16:20. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യാം, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ആത്മീയ കാര്യത്തിന് തകർച്ച കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നാം. ഒരച്ഛനൊരു ബുദ്ധിമുട്ടുണ്ടായി, ഒരു സുവിശേഷൻ വീണു എന്ന് കാണുമ്പോൾ ഹൃദയത്തിന് സന്തോഷം തോന്നുക. തിന്മയിൽ സന്തോഷം തോന്നുന്നതിന്റെ കാരണം നീ ഈ ലോകത്തിന് ആളായതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഉറക്കെ പറയാം ഹല്ലേലൂയ, സന്തോഷം പറയാം ഹല്ലേലൂയ. ഈ ലോക ജനതയുടെ 5-ാമത്തെ പ്രത്യേകതയാണ് ദൈവത്തിനുള്ളവരെ ദ്വേഷിക്കും എന്ന് പറഞ്ഞാൽ വൈദിക വിരോധം, തിരുസഭ വിരോധം, ആത്മീയക്കാരുടെ താല്പര്യമില്ല, ചുമ്മാ ഇങ്ങനെ എതിർത്തോണ്ടിരിക്കുക. അതാണ് യോഹന്നാൻ 17:14. അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകി, എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. ഈ ലോകത്തിന്റെ ആളാണ് നീ എങ്കിൽ നിനക്ക് തിരുസഭയുടെ വിരോധം ഉണ്ടാകും. നിനക്ക് ആത്മീയക്കാരുടെ ഒരു പ്രത്യേക എതിർപ്പ് കാരണമില്ലാതെ എതിർക്കാൻ തോന്നുക.
ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് കർത്താവ് ഈ ലോകത്തെ കീഴ്പ്പെടുത്തിയത്? യോഹന്നാന്റെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അവിടുന്ന് പിശാചിനെ തകർക്കാൻ വേണ്ടി വന്നു. എങ്ങനെയാണ് കർത്താവ് പിശാചിനെ തകർത്തത്? സുഖലോലുപത്തിന്റെ വഴി ഉപേക്ഷിച്ച് ഒരു പരിഹാരത്തിന്റെ വഴിയിലൂടെയാണ് കർത്താവ് ഈ ലോകത്തെ കീഴ്പ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ 40 ദിനരാത്രി ഉപവസിച്ച് ഒരു പരിഹാരത്തിന് വഴിയും ഈ ലോകത്തിന്റെ മോഹങ്ങളെ വേണ്ടാന്ന് വെച്ച് അങ്ങനെ ഈ ലോകത്തെ കീഴ്പ്പെടുത്തി. അതാണ് യോഹന്നാന്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ 2:6 വചനം പഠിപ്പിച്ചിരിക്കുന്നത്: എന്നിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ ഞാൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് നടന്ന വഴിയാണ് പരിഹാരത്തിന്റെ വഴി എന്ന് പറയുന്നത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഓ ദൈവമേ, ഈ ലോകത്തിന്റെ മോഹങ്ങളോട് വിട പറഞ്ഞ് ഒരു പരിഹാരത്തിന്റെ ജീവിതം ലയിച്ച് സുഖലോലഭത വേണ്ടാന്ന് വെച്ച് ഈ ലോകത്തെ കീഴ്പ്പെടുത്താൻ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ കർത്താവ്. 2 കാര്യങ്ങളും ഉയർത്തി ഒരുമിച്ച് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. ഓ ദൈവമേ, ഈ ലോക ജനതയുടെ പ്രത്യേകതകൾ ഞങ്ങൾ അറിയുന്നു. ഓ ദൈവമേ, ആ വഴി വിട്ട് ഒരു പരിഹാരത്തിന്റെ വഴിയിലൂടെ നടക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആരാധന, ആരാധന, യേശു ആരാധന, യേശു ആരാധന, യേശു ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Come, Lord Jesus. ലൂക്കായുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിന് 34-ാമത്തെ തിരുലിഖിതം: സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകും. ഒരുപാട് ഭൗതിക കാര്യങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം, ആകുലത, സുഖലോലപതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം, ഒരുപാട് കാര്യങ്ങൾ ഉൾക്കണ്ട, ഇതെല്ലാം ഈ ലോകത്തിൻ്റെതാക്കി നിന്നെ മാറ്റും. 1 തിമോത്തി 5:6: സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവരാണ്. അവര് ഈ ലോകത്തിന്റെ അടിമത്തിൽ അകപ്പെട്ട് ആത്മാവിനെ നശിപ്പിച്ചവരാണ്. ഈ സമയത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, സുഖലോലപത മാറട്ടെ കർത്താവേ. ഒരു പരിഹാരത്തിന്റെ വഴി, അങ്ങ് നടന്ന കുരിശിന്റെ വഴി, ഈ ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കാനൊരു അഭിഷേകം നൽകണമേ കർത്താവേ. അവിടുന്ന് ലോകത്തെ കീഴ്പ്പെടുത്തിയതുപോലെ ഈ ലോകത്തിന് എല്ലാത്തിനും കീഴ്പ്പെടുത്താൻ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് എല്ലാ തരത്തിലുള്ള ഈ ലോകത്തിന്റെ ഭാഗങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് യേശുവിന്റെ നാമത്തിൽ ഉറക്കെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവേ, സുഖലോലപതയുടെ എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകം മോഹങ്ങൾ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യാസക്തിയും ജഡത്തിന്റെ പീഡകളും എല്ലാ തരത്തിലുള്ള ഭൗതിക കാര്യങ്ങൾക്കും വ്യക്തിയും ഇപ്പോൾ കർത്താവ് ദേശങ്ങളും കുടുംബങ്ങളും ചിഹ്നഭിന്നമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ, കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിച്ചു പിടിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരങ്ങൾ ചിഹ്നഭിന്നമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന. ഹല്ലേലൂയ. Come, Lord Jesus.